വ്യാജരേഖ നിർമ്മിച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ ശസ്ത്രക്രിയ നടന്ന സ്വകാര്യ ആശുപത്രികൾ തിരിച്ചറിഞ്ഞു. ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴിയെടുക്കും. അവയവ കൈമാറ്റം നടത്തി 25 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു. രേഖ നിർമ്മിച്ച് അവയവ കച്ചവടം നടത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ സ്വകാര്യ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും പങ്കിൽ അന്വേഷണം നടക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രികൾ തിരിച്ചറിഞ്ഞതായി സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികളാണെന്നും എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ വ്യക്തമാക്കി. ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും മൊഴിയെടുക്കും. അത് നമുക്കറിയാം, ഹോസ്പിറ്റലാണ് അവയവദാനം നടക്കുന്നത് നമുക്കറിയാം, ലിസ്റ്റ് ഇപ്പോൾ ഇതിൽ കണ്ടെടുത്തുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ സർജറിയൊക്കെ നടത്തിയിട്ടുള്ളത്. ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ടോ, ലിങ്ക് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം അവർ ഈ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇതിൽ കിഡ്നി കൊടുത്ത ആളുകൾക്കും പരാതി ഉണ്ടാവില്ല, കിഡ്നി വാങ്ങിച്ച ആളുകൾക്കും പരാതി ഉണ്ടാവില്ല. അതാണ് അതിലത്തെ ഒരു പ്രത്യേകത. അവയവ കൈമാറ്റം നടത്തിയ 25ഓളം പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൃക്കയാണ് കൂടുതലും കച്ചവടം നടത്തിയിരിക്കുന്നത്. പരസ്പരം അറിവോടെ വ്യാജരേഖ നിർമ്മിച്ച സംഭവമായതിനാൽ അവയവം നൽകിയവർക്കും വാങ്ങിയവർക്കും പരാതിയില്ല. പക്ഷേ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ ശ്രമം. അറസ്റ്റിലായ പ്രധാന പ്രതി നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ജനം, കൊച്ചി.